എറണാകുളം പറവൂരിൽ വായ്പാ തട്ടിപ്പ് വാർത്ത നൽകിയതിന് ദേശാഭിമാനി ലേഖകന് മർദ്ദനം. പറവൂർ ലേഖകൻ വി ദിലീപ് കുമാറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ദിലീപ് കുമാറിനെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിലീപിന്റെ പരാതിയിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ TS ഷൈബി, PS രാജേന്ദ്രപ്രസാദ് എന്നിവർക്കെതിരെ പറവൂർ പോലീസ് കേസെടുത്തു. UDF നേതൃത്വത്തിലുള്ള ചേന്ദമംഗലം സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടത്തിയവരെക്കുറിച്ച് വാർത്ത നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ദേശാഭിമാനി ലേഖകൻ ദിലീപ് കുമാറിനെ 4 അംഗ സംഘം മർദ്ദിച്ചത്. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ TS ഷൈബി, PS രാജേന്ദ്രപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ദിലീപ് കുമാർ പറഞ്ഞു. തലയ്ക്കും മുഖത്തും കഴുത്തിനും പരിക്കേറ്റ ദിലീപ് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചേന്ദമംഗലം സഹകരണ ബാങ്കിൽ സ്ഥലം പണയം വെച്ച് അധിക തുക ഈടാക്കി നടത്തിയ തട്ടിപ്പിൽ ഷൈബിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. ഇതേക്കുറിച്ച് വാർത്ത നൽകിയതിനാണ് മർദ്ദനത്തിന് കാരണമെന്ന് ദിലീപ് പറഞ്ഞു. വാർത്തയിൽ പേര് സൂചിപ്പിച്ചെന്ന് പറഞ്ഞ് രാജേന്ദ്രപ്രസാദ് സമൂഹമാധ്യമത്തിലൂടെ നിരന്തരമായി ദിലീപിനെ ഭീഷണിപ്പെടുത്തുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് വടക്കൻ പറവൂർ പ്രസ് ക്ലബിന് താഴെയുള്ള കടയിൽ ചായ കുടിക്കാൻ പോകുന്നതിനിടെ ദിലീപിനെ ഇവർ മർദ്ദിച്ചത്. ദിലീപ് കുമാറിന്റെ പരാതിയിൽ 4 പേർക്കെതിരെ പറവൂർ പോലീസ് കേസെടുത്തു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദിലീപ് കുമാറിനെ മുതിർന്ന CPIM നേതാവ് S ശർമ്മ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. അതേസമയം പറവൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റായ ദിലീപ് കുമാറിനെ മർദ്ദിച്ചതിൽ പറവൂർ പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.